എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് BCom BBA 4th സെമസ്റ്റർ പഠിക്കുന്ന ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സബ്ജക്റ്റിൽ കുറച്ച് കോമൺ പോയിൻറ്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത്. നമുക്കറിയാം, താരതമ്യേന പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളായ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മൊഡ്യൂൾ. ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്, അതുപോലെ തന്നെ പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ചെക്ക്, ഈ 3 കാര്യങ്ങളാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിൻ്റെ അല്ലെങ്കിൽ പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ചെക്ക്, ഇതിൻ്റെ എല്ലാം എസെൻഷ്യൽസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഇത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും, അതായത് പ്രോമിസറി നോട്ടിൻ്റെത് വേറെ, അതുപോലെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെത് വേറെ, ചെക്കിൻ്റെത് വേറെ, അതുപോലെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെത് വേറെ, എല്ലാം സെപ്പറേറ്റ് പഠിക്കുമ്പോൾ ഇത് വല്ലാത്ത രീതിയിൽ ആംബ്യൂഗിയസ് ആവും, കൺഫ്യൂഷൻ ആവും നിങ്ങൾക്ക്. അപ്പോൾ അതൊന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബേർഡൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെല്ലാം കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എസെൻഷ്യൽസ് നോക്കാം. അതായത് പ്രോമിസറി നോട്ടിൻ്റെയോ അല്ലെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിൻ്റെയോ, അതല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെയോ, അതുമല്ലെങ്കിൽ ചെക്കിൻ്റെയോ, ഇതിൽ 3-ൽ ഏതിൻ്റെയും കോമൺ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എസെൻഷ്യൽസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ഒന്നാമത്തേതാണ്, ഇറ്റ് ഈസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. ഈ പറഞ്ഞ പ്രോമിസറി നോട്ട് ആയിക്കോട്ടെ, ബില്ലായിക്കോട്ടെ, ചെക്ക് ആയിക്കോട്ടെ, ഇത് 3ഉം എന്താണ്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ? 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പ്രകാരം കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ഡോക്യുമെൻറ്റുകളെ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഡോക്യുമെൻറ്റുകളെയാണ് എന്ത് പറയുന്നത്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും എന്താണ് സംഭവം എന്ന് പിടികിട്ടിയിട്ടുണ്ടാവില്ല. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ഡോക്യുമെൻ്റ്. നമുക്കറിയാം, ചെക്ക് നമുക്ക് കൈമാറാം, ബില്ല് നമുക്ക് കൈമാറാം, പ്രോമിസറി നോട്ട് നമുക്ക് കൈമാറാം. അത്തരത്തിൽ കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫറബിലിറ്റി ഉള്ള ആ ഒരു ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിൽ നിങ്ങൾക്ക് പ്രോമിസറി നോട്ട് ചോദിച്ചാലും, ബില്ല് ചോദിച്ചാലും, ചെക്ക് ചോദിച്ചാലും, അതായത് ഇതിൻ്റെയൊക്കെ എസെൻഷ്യൽസോ അല്ലെങ്കിൽ ഫീച്ചേഴ്സോ ചോദിച്ചാൽ കോമൺ ആയിട്ട് എഴുതാൻ പറ്റിയ പോയിൻ്റാണ് ഇറ്റ് ഈസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. ഇവ 3ഉം എന്താണ്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആണ്. അടുത്തതാണ്, ഇറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. പ്രോമിസറി നോട്ട് ആയിക്കോട്ടെ, ബില്ലായിക്കോട്ടെ, ചെക്ക് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ എഴുതി തയ്യാറാക്കുന്ന പ്രമാണങ്ങളാണ്, അല്ലേ? അത് ചിലപ്പോൾ പ്രിന്റഡ് ഫോമിലൊക്കെ ആയിരിക്കാം. എന്നാലും പ്രോമിസറി നോട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ചും ചെക്കും എന്താണ്? ഇറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. അത് റൈറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 2 എസെൻഷ്യൽ പോയിന്റ്, ഓരോ പോയിന്റിനും ഓരോ മാർക്കാണ്, അല്ലേ? 5 മാർക്കിനാണ് ഇത് ചോദിച്ചു കാണാറ്. അപ്പം 5 മാർക്ക്, ഓരോ പോയിന്റിനും ഓരോ മാർക്കാണ്. ഇതിന് എക്സ്പ്ലനേഷൻ വേണ്ട, കാരണം ടെക്സ്റ്റിലും എക്സ്പ്ലനേഷൻ ഇല്ല. അപ്പോൾ എക്സ്പ്ലനേഷൻ ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ ഇപ്പോൾ 2 മാർക്കായി. നമ്മൾ 2 എസെൻഷ്യൽസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് പഠിച്ചു. അതും എന്തിൻ്റെതൊക്കെയാണ്? പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്. മേ ബി നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ തന്നെ വേണ്ടാന്ന് വെച്ച്, ഡിഫിക്കൽട്ട് ആണെന്ന് വെച്ച് മാറ്റി വെച്ചതായിരിക്കും. അവിടെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ടിപ്സുകളും ട്രിക്സുകളും നിങ്ങൾക്ക് തന്നുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ആ കാര്യം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ 4th സെമസ്റ്റർ പഠിക്കുന്ന ഫ്രണ്ട്സിനും അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിലെല്ലാം തന്നെ ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഫീച്ചേഴ്സ് പഠിച്ചു ഇവയുടെ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്, ഇറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. മൂന്നാമത്തേതാണ്, ഇറ്റ് മസ്റ്റ് ബി സൈൻഡ് ബൈ ദ മേക്കർ. ആരാണോ ഈ ഡോക്യുമെന്റ് സൈൻ ചെയ്യുന്നത്, അതായത് ആ ഡോക്യുമെന്റ് ആരാണോ മേക്ക് ചെയ്യുന്നത്, ആ മേക്കർ അതിലെന്ത് ചെയ്യണം? സൈൻ ചെയ്യണം. അതുപോലെ തന്നെ പേയ്മെന്റ് മെയ്ഡ് മസ്റ്റ് ബി ഇൻ സെർട്ടൈൻ. ഈ പ്രോമിസറി നോട്ടിലെയും അതുപോലെ തന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിലും ചെക്കിലുമെല്ലാം തന്നെ അതിലൊരു പേയ്മെൻറ്റിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം തന്നെ, ചെക്ക് എന്തിനാണ്? നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ടാണ്. ബില്ല് എന്തിനാണ്? അല്ലേ, നമ്മളെ ക്രെഡിറ്റ് സെയിൽസ് ഒക്കെ നടത്തുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടാണ് ബില്ല്. പ്രോമിസറി നോട്ടും ആ പറഞ്ഞ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് മെയ്ഡ് മസ്റ്റ് ബി സെർട്ടൈൻ. ഇതിലെല്ലാം തന്നെ ഒരു പേയ്മെൻറ്റ് നടത്തണം എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. അടുത്തതാണ്, ഇറ്റ് ഈസ് പേയബിൾ ടു എ സ്പെസിഫിക് പേഴ്സൺ. ഒരു സ്പെസിഫിക് പേഴ്സണിനായിരിക്കും പേയ്മെൻറ്റ് നടത്തുക. ഇറ്റ് മസ്റ്റ് ബി പ്രോപ്പർലി സ്റ്റാമ്പ്ഡ്. ഈ 3 ഡോക്യുമെൻറ്റും, പ്രധാനമായിട്ടും ഈ പോയിന്റ് വേണമെങ്കിൽ നിങ്ങൾ പ്രോമിസറി നോട്ടിനും ബില്ലിനും എഴുതിക്കോളൂ. ഇറ്റ് മസ്റ്റ് ബി പ്രോപ്പർലി സ്റ്റാമ്പ്ഡ്. പ്രോമിസറി നോട്ട് ആയിക്കോട്ടെ, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ എന്താണ്? മസ്റ്റ് ആയിട്ടും സ്റ്റാമ്പ് ചെയ്യണം. ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ബൈ എൻഡോസ്മെൻറ്റ് ഓർ ഡെലിവറി. ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എൻഡോസ്മെൻറ്റിലൂടെയോ അല്ലെങ്കിൽ ഡെലിവറിയിലൂടെയോ. നമുക്കറിയാം, പ്രോമിസറി നോട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ചും ചെക്കും എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫർ ചെയ്യാൻ, കൈമാറ്റം ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ. നിയമം അനുശാസിക്കുന്ന രേഖകളാണ്, അല്ലെങ്കിൽ നിയമപ്രകാരമുള്ള പ്രമാണങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയാലും അതുപോലെ തന്നെ
പ്രോമിസറി നോട്ടായാലും അതുപോലെ ചെക്ക് ആയാലും ഇറ്റ് ഈസ് പേബിൾ ഓൺ ഡിമാൻഡ് ഓർ സ്പെസിഫിക് ടൈം. ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക മെച്യൂരിറ്റി കാലയളവിൻ്റെ അടിസ്ഥാനത്തിലോ ആയിരിക്കും ഇതിൻ്റെ പേയ്മെൻറ്റ് നടത്തുക. അപ്പോൾ നിങ്ങൾ ഡിഫിക്കൽട്ട് എന്ന് വിചാരിച്ചു വെച്ചിട്ടുള്ള ഒരു പോയിൻ്റാണ് നമ്മൾ ഈ ഒരു കോമൺ പോയിന്റ്സ് എന്ന് പറയുന്ന ഏരിയയിലൂടെ പഠിച്ചു വെച്ചത്. അപ്പോൾ നമുക്കറിയാം, ഇനി പ്രോമിസറി നോട്ടിൻ്റെയോ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെയോ ചെക്സിൻ്റെയോ എസെൻഷ്യൽസോ ക്യാരക്ടറിസ്റ്റിക്സോ ഫീച്ചേഴ്സോ ചോദിച്ചാൽ നമ്മൾ ഈ കോമൺ പോയിന്റ് എഴുതി മാർക്ക് സ്കോർ ചെയ്യുന്നതായിരിക്കും. എന്തൊക്കെയാണ് ആ കോമൺ പോയിന്റ്സ്? It is a negotiable instrument. It must be in writing. It must be signed by the maker. Payment made must be certain. It is payable to a specific person. It must be properly stamped. It is transferred by endorsement or delivery. It is enforceable by law. It is payable on demand or specific time. അപ്പോൾ പേപ്പറൊക്കെ വാല്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു പോയിന്റ്സ് എല്ലാം കോമൺ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പറ്റി നല്ലൊരു ഇംപ്രഷൻ ഉണ്ടായിരിക്കും, നല്ലൊരു സ്കോർ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. എനിവേ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Bye, see you.